നമസ്കാരം. ടൈം മീഡിയയിലേക്ക് സ്വാഗതം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നവർ നേരിടേണ്ടി വരുന്ന ഒരു പുതിയ തട്ടിപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ ഫോണിലേക്ക് ഒരു ബാങ്ക് മെസ്സേജ് വരുന്നു, അല്ലെങ്കിൽ ഒരു വലിയ ലോട്ടറി അടിച്ചെന്ന് മെസ്സേജ് വരുന്നു. നമ്മൾ വിചാരിക്കും ഭാഗ്യം വന്നതാണെന്ന്. എന്നാൽ ഒറ്റ ക്ലിക്ക് കൊണ്ട് നമ്മുടെ അക്കൗണ്ടിലെ പണം മുഴുവൻ പോയാലും അറിയാത്ത ഒരു നമ്പറിൽ നിന്ന് വരുന്ന ചെറിയൊരു ലിങ്ക് കാരണം ഓരോ ദിവസവും നമ്മുടെ നാട്ടിൽ നിന്ന് എത്രയോ സാധാരണക്കാർക്കാണ് വലിയ വലിയ തുകകൾ നഷ്ടപ്പെടുന്നതെന്നറിയാമോ? ഇന്ത്യയിൽ തന്നെ കഴിഞ്ഞ വർഷം ഏകദേശം 28 ലക്ഷം ഡിജിറ്റൽ തട്ടിപ്പുകളിലായി 22,931 കോടി രൂപയാണ് ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടത്. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കിയത് എത്ര വലിയൊരു തുകയാണെന്ന്. ബാങ്കിൽ പോകാതെ ഫോൺ വഴി പണമിടപാട് നടത്തുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. എന്നാൽ നമ്മുടെ ഭാഗത്തു നിന്ന് സംഭവിക്കുന്ന ചെറിയൊരു പിഴവ്, ഒരു ശ്രദ്ധക്കുറവ്, അതൊരിക്കലും വിചാരിക്കാത്ത വലിയൊരു കെണിയിലേക്കാണ് നമ്മളെ എത്തിക്കുക. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ വലിയ സാങ്കേതിക വശങ്ങളൊന്നും പറയാതെ തന്നെ വളരെ ലളിതമായി നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം എങ്ങനെ സുരക്ഷിതമായി സംരക്ഷിക്കാം, സൂക്ഷിക്കാം എന്ന് നോക്കാം. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ വീടിൻ്റെ താക്കോൽ വഴിയിൽ കാണുന്ന ആർക്കെങ്കിലും നമ്മൾ കൊടുക്കൂ? സ്വബോധമുള്ള ആരും അത് ചെയ്യത്തില്ല, അല്ലേ? അതുപോലെ തന്നെയാണ് നമ്മുടെ ഫോണിലെ ബാങ്ക് ആപ്പുകളുടെ പിൻ നമ്പർ. ഈ പിൻ നമ്പർ നമ്മുടെ അക്കൗണ്ടിൻ്റെ ഒരു താക്കോലാണ്, വീടിൻ്റെ താക്കോൽ പോലെ തന്നെ. ബാങ്കിലെ മാനേജർ നിങ്ങളെ വിളിച്ചാൽ പോലും നിങ്ങളുടെ പിൻ നമ്പറോ OTP ഒരിക്കലും ചോദിക്കില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ നിങ്ങൾക്ക് അക്കൗണ്ടുള്ള ബാങ്കിൽ നിന്നും മാനേജരോ അല്ലെ അവിടുത്തെ ഏതെങ്കിലും ഒരു ജീവനക്കാരനോ വിളിച്ചിട്ട് പിൻ നമ്പർ പറയാമോ എന്ന് ചോദിച്ചതായി? ഒരു ബാങ്കിൽ നിന്നും അങ്ങനെ ചോദിക്കില്ല. ഒരാൾ നിങ്ങളോട് പിൻ നമ്പർ ചോദിച്ചാൽ ഒരു കാര്യം ഉറപ്പിച്ചുകൊള്ളുക, പിൻ നമ്പർ നിങ്ങളോട് ചോദിക്കുന്നവർ 101% കള്ളന്മാരാണ്. ഡിജിറ്റൽ ഇടപാടുകളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയ രഹസ്യം ഞാൻ പറയാം. നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് മറ്റൊരാൾ പണം അയക്കുമ്പോൾ, അതായത് നിങ്ങൾക്ക് പണം ലഭിക്കുമ്പോൾ, നിങ്ങളൊരിക്കലും പിൻ നമ്പർ അടിക്കേണ്ടതില്ല. ഒരിടത്തും QR കോഡ് സ്കാൻ ചെയ്യേണ്ടതുമില്ല. പലരും പഴയ സാധനങ്ങൾ വിൽക്കാൻ വെക്കുമ്പോഴോ അല്ലെങ്കിൽ ലോട്ടറി അടിച്ചു എന്ന് പറഞ്ഞ് മെസ്സേജുകൾ വരുമ്പോഴോ, ദാ നിങ്ങൾക്കുള്ള ലോട്ടറിയുടെ പണം ഇതാ അയച്ചിരിക്കുന്നു, അക്കൗണ്ടിൽ കയറി പിൻ നമ്പർ അടിച്ചോളൂ എന്ന് പറഞ്ഞ് ഒരു ലിങ്ക് തരും. ഓർക്കുക, നമ്മൾ പിൻ നമ്പർ അടിക്കുന്നത് പണം അങ്ങോട്ട് കൊടുക്കാൻ മാത്രമാണ്, ഇങ്ങോട്ട് വാങ്ങാനല്ല. പണം സ്വീകരിക്കാൻ പിൻ നമ്പർ അടിച്ചാൽ നിങ്ങൾക്ക് പണം ലഭിക്കില്ലെന്ന് മാത്രമല്ല, നിങ്ങളുടെ അക്കൗണ്ടിലുള്ള പണവും കൂടി പോയി കിട്ടും. അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നിങ്ങളുടെ ബാങ്കിംഗ് സുരക്ഷയ്ക്കായി അണിയറയിൽ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന കിൽ സ്വിച്ചിനെ കുറിച്ച് ഇനി പറയാം. നിങ്ങൾ എത്ര പേർ ഈ കിൽ സ്വിച്ചിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്? കമൻറ്റ് ചെയ്യണം. അബദ്ധത്തിൽ നമ്മളുടെ ഫോൺ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ആരെങ്കിലും നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് പണം തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് മനസ്സിലായാൽ എന്തു ചെയ്യും? 2026 ഏപ്രിലിൽ റിസർവ് ബാങ്ക് ഇതിനൊരു പുതിയ വഴി കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് കിൽ സ്വിച്ച്. ഇത് നമ്മുടെ ബാങ്ക് ആപ്പിലുള്ള ഒരു ചുവന്ന ബട്ടൺ പോലെ ഇരിക്കും. ഇതിൽ ഒറ്റ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്നുള്ള UPI, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് തുടങ്ങി എല്ലാ ഇടപാടുകളും ഒറ്റ സെക്കൻഡ് കൊണ്ട് പൂർണ്ണമായും ഡിസേബിൾ ആവും, പൂട്ടിപ്പോവും. അതോടെ കള്ളന്മാർക്ക് ₹1 പോലും നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് എടുക്കാൻ കഴിയില്ല. വീണ്ടും അത് തുറക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് ബാങ്കിൽ പോവുകയോ ശക്തമായ സുരക്ഷാ പരിശോധനകൾ പൂർത്തിയാക്കുകയോ ചെയ്യേണ്ടി വരും. നിലവിൽ ഒരൊറ്റ ക്ലിക്കിലൂടെ എല്ലാ ഡിജിറ്റൽ ഇടപാടുകളും ഒരേ സമയവും മരവിപ്പിക്കുന്ന കിൽ സ്വിച്ച് എന്ന ഈ മാസ്റ്റർ സംവിധാനം ബാങ്കുകളിൽ നിലവിൽ ഇതുവരെ വന്നിട്ടില്ല. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI 2026 ഏപ്രിൽ 8 ഈ കിൽ സ്വിച്ച് സംവിധാനം നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ സുരക്ഷാ പദ്ധതിയെക്കുറിച്ച് ബാങ്കുകളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും ഇത് സംബന്ധിച്ച് അഭിപ്രായങ്ങൾ സ്വീകരിക്കുന്നതിനുള്ള അവസാന തീയതി 2026 മെയ് 8 ആയിരുന്നു, കഴിഞ്ഞ ആഴ്ചയിലായിരുന്നു. ഈ നിർദ്ദേശം വളരെ പുതിയതായതുകൊണ്ട്, അതായത് 2026 വന്നതായതുകൊണ്ട് UPI, ഡെബിറ്റ്, ക്രെഡിറ്റ് കാർഡുകൾ, നെറ്റ് ബാങ്കിങ്, ഡിജിറ്റൽ വാലറ്റുകൾ എന്നിവ ഒരേ സമയം ഒറ്റ ക്ലിക്കിൽ ബ്ലോക്ക് ചെയ്യാനുള്ള സാങ്കേതിക സൗകര്യങ്ങൾ പല ബാങ്കുകളും ഇപ്പോൾ വികസിപ്പിച്ചു കൊണ്ടുവരുന്നതേ ഉള്ളൂ. അത് വേഗം പൂർത്തിയാകും. ഇത് ഘട്ടം ഘട്ടമായി എല്ലാ ബാങ്കുകളിലും ലഭ്യമാകും. ഈ സൗകര്യം ലഭ്യമായി കഴിഞ്ഞാൽ തീർച്ചയായും ഏത് പ്രായത്തിലുള്ളവർക്കും അതൊരു വലിയ സുരക്ഷ തന്നെയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ കിൽ സ്വിച്ചിനെ കുറിച്ച് അറിഞ്ഞിരിക്കുക. ഇനി എല്ലാം ശ്രദ്ധിച്ചിട്ടും അബദ്ധത്തിൽ നിങ്ങളുടെ പണം നഷ്ടപ്പെട്ടു എന്നൊന്ന് വിചാരിക്കുക. ഒട്ടും പേടിക്കണ്ട, പരിഭ്രാന്തരാകരുതെന്ന് മാത്രം. നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ 60 മിനിറ്റിനുള്ളിൽ, ഈ ആദ്യത്തെ 60 മിനിറ്റ് എന്ന് പറയുന്നത് ഒരു സുവർണ്ണ മണിക്കൂറാണ്, ഗോൾഡൻ അവറാണ്. ആ 60 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ ഫോണിൽ നിന്നും 1930 എന്ന സൗജന്യ നമ്പറിലേക്ക് വിളിച്ച് വിവരം അറിയിക്കണം. ഈ നമ്പർ കേന്ദ്ര സർക്കാരിൻ്റെ സൈബർ ഹെൽപ്പ് ലൈനാണ്. നിങ്ങൾ വിളിച്ച ഉടൻ അവർ പണം പോയ ബാങ്ക് അക്കൗണ്ട് തത്സമയം ലോക്ക് ചെയ്യും. 1 മണിക്കൂറിനുള്ളിൽ വിളിച്ചാൽ പണം തിരികെ കിട്ടാൻ 12% മുതൽ 15% വരെ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. വൈകിയാൽ പണം പോകും. അതിനുശേഷം cybercrime.gov.in എന്ന വെബ്സൈറ്റിൽ കയറി ഒരു പരാതിയും കൂടി രജിസ്റ്റർ ചെയ്യണം. ഇപ്പോൾ 2026 പുതിയൊരു തട്ടിപ്പുണ്ട്, വിർച്വൽ അറസ്റ്റാണ്. അതേക്കുറിച്ച് നമ്മുടെ ചാനലിൽ തന്നെ നിരവധി വീഡിയോകൾ നമ്മൾ ചെയ്തു കഴിഞ്ഞു. നിങ്ങളെ വാട്സാപ്പിലോ സ്കൈപ്പിലോ ഒക്കെ വിളിച്ച് വലിയ പോലീസ് ഉദ്യോഗസ്ഥരാണെന്ന് ഭാവത്തിൽ പറഞ്ഞ് നിങ്ങളെ ഭയപ്പെടുത്തും. യൂണിഫോം ഒക്കെ ഇട്ടായിരിക്കും ഇരിക്കുക.
എന്നിട്ട് പണം നിങ്ങളുടെ ഇന്ന് തട്ടിയെടുക്കും. അതിൽ വീഴുന്നത് ആരാന്നറിയാമോ? നിരക്ഷരരായുള്ള ആളുകളല്ല, റിട്ടയറായി ഒരു കാലത്ത് നല്ല തസ്തികകളിൽ ജോലി ചെയ്ത ബുദ്ധിമാന്മാരും ഗവൺമെൻറ് ജീവനക്കാരും ഉദ്യോഗസ്ഥരും അറിവുള്ളവരുമായ വ്യക്തികളാണെന്ന് ഓർക്കണം. ചിലയിടങ്ങളിൽ കാര്യപ്രാപ്തിയുള്ള ബാങ്ക് മാനേജർമാരുടെ സമയോചിതമായ ഇടപെടൽ മൂലം പണം നഷ്ടപ്പെടാതെ കഷ്ടിച്ച് രക്ഷപ്പെട്ടു പോയവരുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഒരു ഫോൺ കോൾ വന്നാൽ പേടിക്കല്ലേ, നേരെ ആ ഫോൺ അങ്ങ് കട്ട് ചെയ്ത് വിട്ടേക്കുക. നിങ്ങൾക്ക് വേറൊന്നും സംഭവിക്കാനില്ല. അവസാനമായി 3 കാര്യങ്ങൾ എപ്പോഴും ഓർത്തു വയ്ക്കണം. ബാങ്കിൽ നിന്ന് വരുന്നത് എന്ന് പറയുന്ന മെസ്സേജുകളിൽ പച്ച ടിക്ക് ഉണ്ടോ എന്ന് നോക്കണം. 2, ഫോൺ അൺലോക്ക് ചെയ്യുന്ന പാസ്വേഡും പണം അയക്കുന്ന UPIയുടെ പാസ്വേഡും വ്യത്യസ്തമാക്കി വെക്കുക. പലരും രണ്ടും ഒന്നാണ്, അത് പാടില്ല. 2 നമ്പർ ആയിരിക്കണം. 3, പണം അയക്കാൻ മാത്രം പിൻ നമ്പർ ഉപയോഗിക്കുക. ഇങ്ങോട്ട് ആരെങ്കിലും പണം തരുവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ പിൻ നമ്പർ പറയൂ എന്ന് പറഞ്ഞാൽ ആർക്കു വേണ്ടിയും ആ പിൻ നമ്പർ പറഞ്ഞു കൊടുക്കുകയോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയോ ചെയ്യരുത്. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത്, അത് അപകടമാണ്. കൂടാതെ അടിയന്തര സാഹചര്യത്തിൽ വിളിക്കാൻ 1930 എന്ന ഫോൺ നമ്പർ നിങ്ങളുടെ ഫോണിൽ ഇപ്പോഴേ സേവ് ചെയ്ത് വെക്കണം. ഇത്തരം കണികളിൽ ഏറ്റവും അധികം വീഴുന്നത് സീനിയർ സിറ്റിസൺസ് ആണ്. അതുകൊണ്ട് തന്നെ വീട്ടിൽ മുതിർന്ന ആളുകളുണ്ടെങ്കിൽ ദയവായി അവരെ ഈ കാര്യങ്ങൾ പറഞ്ഞ് കാര്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ ഈ സുപ്രധാന വിവരങ്ങൾ നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവർക്കും സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും പങ്കുവച്ച് അവരെയും നിങ്ങൾ രക്ഷിക്കുക. കൂടുതൽ ഉപകാരപ്രദമായ വിവരങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ഇൻഫോർമേറ്റീവായ വിഷയവുമായി വീണ്ടും കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി, നമസ്കാരം.